നമസ്കാരം. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. സാധാരണ തൊടുകുറിയല്ല. നിങ്ങളുടെ ജീവിതത്തിലെ വിഷമതകൾക്കും അല്ലെങ്കിൽ ആശങ്കകൾക്കും ഒരു പരിഹാരം ഏകുവാൻ സാധിക്കുന്ന ഒരു തൊടുകുറിയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് മുൻപിലുള്ളത് വിശേഷപ്പെട്ടതായ രണ്ട് ക്ഷേത്രങ്ങളാണ്, രണ്ട് ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേത് ഗുരുവായൂരും രണ്ടാമത്തേത് ചോറ്റാനിക്കരയുമാണ്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ വിശേഷപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഈ സമയം നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുക എന്ന കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് നിങ്ങൾ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം സ്മരിക്കേണ്ടതാണ്. ഭക്തിയോടെ തന്നെ ഒരു നിമിഷം നിങ്ങൾ മനസ്സിൽ സ്മരിക്കുക. ശേഷം നിങ്ങൾ ഒന്നുകിൽ ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശങ്ങൾ അത് വഴികാട്ടിയായി മാറും എന്ന കാര്യം തീർച്ച തന്നെയാണ്. അതിനാൽ തീർച്ചയായും ഈ സമയം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് മനസ്സിനെ ശാന്തമാക്കി ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ വന്നുകൊണ്ട്, അതായത് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഒരു നിമിഷം ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ മനസ്സിൽ വിശ്വസിച്ച ആ ശക്തിയെ മനസ്സിൽ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആ ദേവതയുടെ നാമം കമന്റായി രേഖപ്പെടുത്തൂ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയാം. ആദ്യ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. കുട്ടികളെ പോലുള്ള സ്വഭാവമാണ് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം പലപ്പോഴും ചെറിയ കാര്യങ്ങളിൽ വിഷമിക്കുകയും ചില കാര്യങ്ങളിൽ പെട്ടെന്ന് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് സന്തോഷിക്കുമ്പോൾ പോലും ചില കാര്യങ്ങളിൽ വിഷമിക്കുന്നു എന്നത് ജീവിതത്തിൽ പലപ്പോഴും നേരിടുന്ന പ്രശ്നമാണ്. അനാവശ്യമായ ചിന്തകൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ പോലും ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. അനാവശ്യമായ ചിന്തകൾ വളരെയധികം ബാധിക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങൾ സ്വപ്നം കാണുന്നതായ പല കാര്യങ്ങളും നടക്കുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്. ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ അത് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും പല കാര്യങ്ങളിലും മനസ്സിന് പോലും വലിയ മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. സ്വപ്നം കാണുവാൻ വളരെയധികം താല്പര്യപ്പെടുന്ന നിങ്ങൾക്ക് പല കാര്യങ്ങളും നടന്നില്ല എങ്കിൽ വളരെയധികം വിഷമമാകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടുവാൻ സാധിക്കും എന്നൊരു ആഗ്രഹമുണ്ട് എങ്കിൽ പോലും അത് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒരു അടുക്കും ചിട്ടയും എപ്പോഴും പുലർത്തി മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ നിസ്സംശയം പറയാം. അത് ജീവിതത്തിൽ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ചും താല്പര്യപ്പെടുന്നില്ല എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു വിഷമമുണ്ട്, എന്നാൽ ആ വിഷമങ്ങൾക്ക് ഇനി അധികം ആയുസില്ല എന്നതാണ് വാസ്തവം.
പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നു എങ്കിൽ പോലും അത് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. ആത്മാർത്ഥമായി സ്നേഹിച്ചവരിൽ നിന്ന് പോലും പല വിധത്തിലും തിരിച്ചടികളും വളരെ വിഷമകരമായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ വളരെയധികം അലട്ടുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. ഇപ്പോൾ നേരിടുന്നതായ വെല്ലുവിളികൾ അത് ധനപരമോ സാമ്പത്തികപരമോ ആകാം. മാനസികപരമായ വിഷമതകൾ പോലും ജീവിതത്തിലുണ്ട്. ഇതെല്ലാം പ്രധാനപ്പെട്ടതായ കാരണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് സാമ്പത്തിക ഞെരുക്കമോ അത്തരത്തിലുള്ള വിഷമതകൾ തന്നെയാണ്. ആത്മാർത്ഥമായി സ്നേഹിച്ചവരിൽ നിന്ന് പോലും പലപ്പോഴും തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. മക്കളാൽ പോലും പല വിധത്തിലും തിരിച്ചടികൾ, വിഷമങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട്. അത്തരം വിഷമതകൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഒരു വേദന നിങ്ങൾക്ക് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണ്. എത്രമേൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചാലും ഈശ്വരനിൽ അഭയം പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ശക്തി ഈ സമയം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട്. കഷ്ടകാലം അല്പസമയം കൂടി നീണ്ടേക്കാം എന്നതാണ് വാസ്തവം. എന്നാൽ അത് അധികം ആയുസില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉള്ളതിനാൽ തന്നെ പെട്ടെന്ന് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ തുലോം കൂടുതലായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഒരു ദൈവികമായ ചൈതന്യം നിങ്ങളിലുണ്ട്. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് കടന്ന് വന്നിട്ടുള്ളതാണ്. പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. അതിന് സാധിക്കുന്ന സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നത് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഈ സമയം പല ഉപകാരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ സാധിക്കും. അത് ജീവിതത്തിൽ ഒരു വെളിച്ചമായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഐശ്വര്യപ്രദമായ ദിവസങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിന് അധികം താമസമില്ല എന്നതിനാൽ തന്നെ ഇപ്പോൾ അനുഭവിച്ചു പോന്നിരിക്കുന്നതായ പ്രശ്നങ്ങളെ നിങ്ങൾ അത് കാര്യമാക്കേണ്ടതായിട്ടില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്ന കാര്യത്തിൽ നിസ്സംശയം പറയുവാൻ സാധിക്കും. എന്നാൽ ഈ സമയം പ്രധാനമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. അതിനാൽ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകണം. പല കാര്യങ്ങളും മതിയായിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അത് മാറ്റപ്പെടണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്. സ്വപ്നതുല്യമായി തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ജോലി സംബന്ധമായ കാര്യങ്ങൾ പോലും ജീവിതത്തിൽ സംഭവിക്കാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നും നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ചില ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വളരെയധികം വിഷമിച്ചോ പ്രതിസന്ധികളിൽ നിൽക്കുന്നതായ സമയത്ത് ഒരു സഹായം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പ്രണയബന്ധങ്ങളിൽ പോലും അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലോ മറ്റ് ബന്ധങ്ങളിലോ നിങ്ങൾക്ക് വീണിട്ടുള്ളതായ ആ വിള്ളലുകൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാനും ആ ബന്ധം ഊട്ടി ഉറപ്പിക്കുവാനും, ആ സുഹൃത്ത് ബന്ധമാണ് എങ്കിലും കുടുംബ ബന്ധമാണ് എങ്കിലും പ്രണയികൾക്കിടയിലാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ആ ബന്ധം ഊട്ടി ഉറപ്പിക്കുവാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. ചില നിർണായക വഴിത്തിരിവുകൾക്കുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയാണ്. അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും എന്നതാണ് വാസ്തവം. ആത്മവിശ്വാസം നിങ്ങളിൽ ഉയരുന്നു. അതിൻ്റെ സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശരികൾ കൃത്യമായി പ്രവർത്തിക്കുവാനും ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുൻപിൽ പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും.
അത് സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതാകാം. പ്രശംസ നേടുവാൻ പോലും ഈ സമയം നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശത്രുവാണ് എന്ന് വിചാരിച്ചവർ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. നിങ്ങളെ മനസ്സിലാക്കാതെ മാറി നിന്നവർ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രവൃത്തികൾ അത്രയധികം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായ സാഹചര്യങ്ങൾ അനുകൂലമായി തീരാം. കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു വിഷമതകളോ, വീടുപണി പൂർത്തിയാകാത്തതോ, അദ്ദേഹത്തിൽ അനുഭവിച്ചു പോന്നിരുന്ന പല വിഷമതകൾക്കും ഒരു പരിഹാരം നിങ്ങൾക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് ശുഭകരമായി തീരും എന്ന സന്ദേശം തന്നെയാണ് ലഭിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോന്നിരിക്കുന്നതായ പ്രശ്നങ്ങളിൽ, വിഷമതകളിൽ കൂടുതൽ ശ്രദ്ധ ഈ സമയം നിങ്ങൾ പുലർത്തണം. രണ്ടാമത്തെ ക്ഷേത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല കാര്യങ്ങളിലും ആലോചനകൾ നിങ്ങൾക്കുണ്ട്. ആ ആലോചനകൾ കൃത്യമായി നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും പല വിഷമങ്ങളും മനസ്സിൽ കെട്ടിക്കിടക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും അനുഭവഭേദ്യമായിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം അവസരങ്ങൾ അത് നിങ്ങൾക്ക് കൃത്യമായി വന്നു ചേരുകയും ആ അവസരങ്ങളെ ധൈര്യപൂർവം നേരിടുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം ദേവിയുടെ അനുഗ്രഹം പോലും, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം പോലും നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും. അത് നിങ്ങൾക്ക് ഗുണകരമായി തീരുകയും ചെയ്യാം. ധനപരമായി നോക്കുമ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ, അത് ചില സഹായങ്ങൾ പോലുമാകാം, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും അത് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളായി മാറുകയും അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു എന്ന് വരാം. നിങ്ങൾ തുടങ്ങുന്നതായ കാര്യങ്ങൾക്ക് പല വിധത്തിലും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും പിന്തുണ നേടിയെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നതായ, അല്ലെങ്കിൽ ലഭിച്ച് നിങ്ങൾക്ക് ദോഷകരമായി ഭവിച്ചിരിക്കുന്ന ഉപദേശങ്ങളെ ഒഴിവാക്കുവാനും കൃത്യമായ ഉപദേശങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. വിലപ്പെട്ട ഉപദേശങ്ങൾ, അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല വിധത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മറികടക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്കൊപ്പം ആരുമില്ല എന്നൊരു തോന്നൽ നിങ്ങളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിലമതിക്കാനാകാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയം തന്നെയാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ സൗഹൃദം വിലമതിക്കുന്നതായ പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും നിങ്ങളെ വേദനിപ്പിച്ചവരെ അകറ്റി നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും അനുകൂലമായി വന്ന് ഭവിക്കുന്ന സാഹചര്യമുണ്ട്. യഥാർത്ഥമായ സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് അടുക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതായ അവസരങ്ങൾ കടന്നു വരാം. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ആരാണ് നിങ്ങൾക്കൊപ്പം നിർത്തേണ്ടത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ അത് വല്ലാതെ കേട്ട് വിഷമിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഒരു പുതിയ തുടക്കത്തിന്റെ സമയം ആഗതമാവുകയാണ്. ഭയവും ഈ സമയം പല കാര്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ സംശയങ്ങളാണ് എങ്കിലും അത് ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ, ശുഭമാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും.
അതായത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു മാറ്റങ്ങൾ കടന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ നിന്നും പല അനുകൂല കാര്യങ്ങളും സംഭവിക്കും എന്നതും വാസ്തവമാണ്. ഈ സമയം അതിൻ്റെ ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും സ്നേഹത്തിന് വളരെയധികം വില നൽകുന്ന നിങ്ങൾക്ക് തിരികെ ചില സ്നേഹാനുഭവങ്ങൾ ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. ചില സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സമയം നിങ്ങളെ ആരോ ചതിക്കുകയോ മുതലെടുക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഇനി സംഭവിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നുചേരും. സംസാരം പോലും നിങ്ങൾക്ക് വളരെ അനുകൂലമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൃത്യമായി സംസാരിക്കുവാനും കാര്യങ്ങളെ അനുകൂലമാക്കുവാനും മറ്റുള്ളവരുടെ പല കാര്യങ്ങളും കേട്ട് അവർക്ക് ആശ്വാസം പകരുവാനും സാധിക്കും. എന്നാൽ ഇവിടെ തീർച്ചയായും പറയേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾക്ക് നൽകുന്നതായ സ്നേഹത്തിന്റെ പകുതി പോലും തിരിച്ചു ലഭിക്കാറില്ല എങ്കിൽ ആ കാര്യത്തിന് മാറ്റം സംഭവിക്കുകയാണ്. നിങ്ങളുടെ സഹായത്തിന് തീർച്ചയായും വ്യക്തമായ മാറ്റങ്ങൾ കടന്നു വരും. ആത്മാർത്ഥത നിങ്ങൾ തീർച്ചയായും ലഭിക്കുന്ന നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതായത് മറ്റുള്ളവർ പോലും നിങ്ങളുടെ ആത്മാർത്ഥത മനസ്സിലാകുന്നതായ സാഹചര്യം വന്നു ചേരും. നിങ്ങളുടെ മഹത്വം പലരും മനസ്സിലാക്കുന്നതായ സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും. എല്ലാം കൃത്യതയോടെ പുഞ്ചിരിയോടെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും വിഷമാനുഭവങ്ങളുണ്ട് എങ്കിലും ആ അനുഭവങ്ങളെ ഉള്ളിലൊതുക്കി കൃത്യമായി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പല കാര്യങ്ങളിലും മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടും ജീവിതത്തിൽ വളരെയധികം വീണു പോയിട്ടുള്ള വ്യക്തികളാകാം നിങ്ങൾ. മാനസികപരമായി വളരെയധികം തളർന്നു പോയിട്ടുള്ള വ്യക്തികൾ പോലുമാകാം നിങ്ങൾ. അതിന് ഒരു മാറ്റം സംഭവിക്കാം. പല കാര്യങ്ങളിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ മനസ്സിൽ കൃത്യമായ ഒരു ചിന്ത ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും നിങ്ങൾക്ക് തിരികെ വരുവാൻ അത് സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ സ്വാധീനം തീർച്ചയായും മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇനി വരും ദിവസങ്ങളിൽ തന്നെ പല കാര്യങ്ങളിലും അത് പ്രകടമായി തുടങ്ങും എന്നുള്ളതാണ്. ഒരുപാട് കാലമായി അകന്നു പോയിരിക്കുന്നതായ ചില വ്യക്തികൾ നിങ്ങളെ തേടി വരികയോ അല്ലെങ്കിൽ അവരെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആ വിഷമതകൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അപ്രതീക്ഷിതമായി വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നത് പോലും ആകാവുന്നതാണ്. ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ പോലും നിങ്ങൾക്ക് വളരെ നല്ല ഓർമ്മകൾ തിരികെ കൊണ്ടുവരുന്നതിന് പോലും സാധിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന സമയം തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. പല ബന്ധങ്ങളും ശക്തിപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും.